പദവികൾക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിൽ പലപ്പോഴും അവനെ കൊണ്ടെത്തിക്കുന്നത് പാപത്തിൻ്റെ പടുകുഴിയിലാകുന്നു എന്ന് നാം കാണാറുണ്ട്. ക്രിസ്തുവിൽ ലഭ്യമായ പദവികൾ അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യില്ല. ചിന്തിക്കാം. ചിലപ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങളും ഒടുവിൽ സ്വർഗത്തിൽ പോകുവാനുള്ളൊരു മാർഗവും എന്നതിലുപരി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ലഭിക്കേണ്ട പ്രയോജനങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് ലഭിക്കാതെ പോകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ മതം മാറ്റുവാനുള്ള ഒരു മാർഗമായോ ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കുള്ള ഉപാധിയായോ കാണാതെ ഒരു ദൈവപൈതലായി തീരുന്നതിനാലുള്ള അനുഗ്രഹങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം. ഗലാത്യലേഖനം 4-ാം അധ്യായമാണ് ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം ഈ അതിമഹത്തായ പദവികളെക്കുറിച്ച് കാണുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ട് ഗലാത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഭാഗം 4-ാം അധ്യായത്തിൽ തുടരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ലഭിക്കാത്തതായ ഏതോ ഒന്നും കൂടി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ള പദവി അത് നമുക്ക് തരുന്നു. പദവി പൂർണ്ണതയിലെത്തിയ പുത്രന്മാരുടെ അല്ലെങ്കിൽ വളർച്ചയിലെത്തിയതായ മക്കളുടെ ഒരു സ്ഥാനത്തേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചപ്പോൾ നാം ശിശുക്കളായിരുന്നു. പക്വതയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. മറ്റൊരു തരത്തിലും ഉണ്ടാകാത്തതായ ഒരു പക്വതയുള്ള പുത്രത്വത്തിൻ്റെ ആ കഴിവ്, ആ പ്രാപ്തിയിലേക്കുള്ള ആ പദവി ദൈവം നമുക്ക് തരുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് എത്ര വലിയൊരു പദവിയാകുന്നു നമുക്കുണ്ടാകുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഈ വാക്യത്തിലെ ശിശു എന്ന പദം ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ കാണുന്ന ആ ശിശുവിൽ നിന്നും വിഭിന്നമാണ്. രണ്ടിനും 2 പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥം സംസാരശേഷിയില്ലാത്ത ഒരു ചെറിയ കുട്ടിയെന്നാണ്. അവകാശി ശിശുവായിരിക്കുന്ന കാലത്തോളം അവനിൽ നിന്നും ഒട്ടും അവൻ വ്യത്യസ്തമല്ല. പൗലോസ് എടുത്തിരിക്കുന്ന ഈ ഉദാഹരണത്തിന് റോമാക്കാരുടെ ആചാരങ്ങളിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. ഒരു റോമൻ കുടുംബത്തിൽ യജമാനൻ്റെ വിവിധ കാര്യങ്ങൾക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പല ദാസന്മാരിലാണ്. ചിലർക്ക് കലവറകളുടെ സ്ഥാനം, മറ്റു ചിലർക്ക് ആഹാരത്തിൻ്റെ ആ ഉത്തരവാദിത്വം, വേറെ ചിലർക്ക് പൂന്തോട്ടത്തിൻ്റെ, പിന്നെ കുട്ടികളുടെ ചുമതലയുള്ള ആ ദാസന്മാർ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ചുമതലയാണ്. ഒരു കുട്ടി പിറന്നാൽ ഒരു ദാസൻ അതിനെ സൂക്ഷിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ആ കുട്ടിയോട് കൂടെ കളിക്കുന്ന വേലക്കാരുടെ കുട്ടികളിൽ നിന്നും അവൻ ഒട്ടും വ്യത്യസ്തനല്ല. മറ്റു കുട്ടികൾ എന്ന പോലെ അവനും ആ ദാസനെ അനുസരിക്കണം. ഇതായിരുന്നു റോമൻ നിയമം. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറയുന്നു. പിതാവ് നിശ്ചയിച്ച സമയം വരെ. ഏതാണ് ആ സമയം? അത് പിതാവ് തൻ്റെ മകൻ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണെന്ന് അംഗീകരിക്കുന്ന ഒരു സമയമാണ്. പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു മകൻ്റെ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. മകൻ പക്വതയിലേക്ക് വന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പിതാവാണ്. അത് ഇന്നുള്ളതുപോലെ ഒരു അഴിച്ചുവിട്ട ഒരു നിയമമല്ല. കുറച്ചു കാലം മുമ്പ് പ്രായപൂർത്തി 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 ആക്കിയില്ലേ? പലർക്കും 21 വയസ്സിലെ പക്വത 18 വയസ്സിൽ തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ 60 വയസ്സായാലും പക്വതയില്ലാത്ത മഹാന്മാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് മറക്കരുത്. എന്നാൽ പൗലോസിൻ്റെ കാലത്ത് കുട്ടിയുടെ പിതാവായിരുന്നു പക്വത നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ അവർക്ക്
ടോഗ വെർലിസ് എന്ന് പറയുന്നതായ ഒരു പ്രത്യേക കർമ്മം ഉണ്ടായിരുന്നു. ആ കർമ്മം അനുഷ്ഠിക്കുമായിരുന്നു. അത് കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തി അല്ലെങ്കിൽ ഒരു മകൻ്റെ സ്ഥാനം കൊടുക്കുന്ന ആ കർമ്മമായിരുന്നു. അതാകുന്നു വാസ്തവത്തിൽ അന്ന് ഒരു പൈതലിനെ, ഒരു മകനെ യഥാർത്ഥ മകനാക്കി തീർത്തത്. അതുവരെ അവന് 30 വയസ്സായാലും 35 വയസ്സായാലും 50 വയസ്സായാലും അപ്പന് ബോധ്യമില്ല എങ്കിൽ അവൻ ആ പദവി നൽകുമായിരുന്നില്ല. ആ പദവി നൽകുന്നില്ല എങ്കിൽ അവൻ അപ്പൻ്റെ അവകാശത്തിന്മേൽ യാതൊന്നും അവകാശപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. 3-ാം വാക്യം നോക്കിക്കാട്ട്, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. യഹൂദന്മാരായിരുന്നു പൗലോസിൻ്റെ മനസ്സിൽ. എന്നാൽ 8-ാം വാക്യത്തിൽ അന്യജാതികളെ പറ്റിയാണ് പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ള യഹൂദന്മാരുടെ ബന്ധനാവസ്ഥയെ ഗലാത്യരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ജാതികൾ ആ അവസ്ഥയിലേക്ക് തങ്ങളെ തന്നെ വലിച്ചിഴച്ചുകൊണ്ടു പോകുന്ന വിഡ്ഢിത്തത്തെ പൗലോസ് കാണിക്കുകയാണ്. ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴിരുന്നിരുന്ന കുട്ടികളായി അവരെ അവൻ കാണുകയാണ്. ലോകത്തിൻ്റെ ആദിപാഠങ്ങളെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം. ഇസ്രായേൽ അവർ നിയമങ്ങളുടെ കീഴിലായിരുന്നപ്പോൾ ശിശുത്വത്തിലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം നിശ്ചയിക്കപ്പെട്ടിരുന്ന സമയത്ത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചു. അത് സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. യേശു ഒരു പ്രത്യേക വർഗ്ഗക്കാരനല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അവന് വർഗീയതയില്ലായിരുന്നു, എന്നാൽ അവൻ യഹൂദ വംശത്തിൽ പിറന്നു വന്നു. യേശുവിന് തികഞ്ഞ ഒരു മനുഷ്യത്വമുണ്ടായിരുന്നു. അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനായിരുന്നു. ഇന്നതിനെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അനേകരുണ്ട്. അവൻ കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് വന്നു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്നാൽ ദൈവം മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദൈവിക ഇടപെടലിൻ്റെ ഒരു അത്ഭുതകരമായ ചിത്രമാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ പുത്രത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതിനായി, വീണ്ടെടുക്കാനായി ദൈവത്തിൻ്റെ നീക്കം നാം ഇവിടെ കാണുന്നു. ഇവിടെ 4 കാര്യങ്ങളാണ് നാം കാണുന്നത്. 1 കാലസമ്പൂർണത, 2 ദൈവപുത്രൻ അയക്കപ്പെടുന്നു, 3 സ്ത്രീയിൽ നിന്നും ജനിക്കപ്പെടുന്നു, 4 ന്യായപ്രമാണത്തിന് കീഴിൽ. കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ അത് ഒരു നിശ്ചയിക്കപ്പെട്ട സമയത്തിൻ്റെ അവസാനവും വേറൊന്നിൻ്റെ തുടക്കവുമാണ് എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ ഇത് പുതിയ തുടക്കമാണ്, അവസരങ്ങളുടെ തുടക്കം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ പൂർത്തീകരണം. ന്യായപ്രമാണം അതിൻ്റെ ഉദ്ദേശത്തെ മുഴുവനും ചെയ്തു കഴിഞ്ഞു. ധാർമ്മികമായി ലോകം ഒരു പടുകുഴിയിൽ വീണ അവസ്ഥ, പുതിയ എന്തിനോ വേണ്ടി കേഴുന്ന ഒരു സ്ഥിതി, റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരുക്കം. അതെ, കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ റോഡുകൾ, നിയമങ്ങൾ, അതെ, യുനാനി ഭാഷയുടെ ഉപയോഗം സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി അക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടു. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു അവസ്ഥ പിതാവിനാൽ നിയമിക്കപ്പെട്ടു എന്ന് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ. സമയം എത്തിപ്പോയി. കാലസമ്പൂർണത, സ്വാതന്ത്ര്യത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ദിനം ആഗതമായി. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. ഒരു യഹൂദനായി ജനിച്ചു, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. എന്നാൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവവുമായിരുന്നു അവൻ. അതാണ് ചരിത്രത്തിലെ യേശു. അവനെ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്? അടുത്ത വാക്യത്തിൽ നാം അത് കാണുന്നു. 5-ാം വാക്യത്തിൽ, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 2 ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ടായിരുന്നു. 1, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വീണ്ടെടുക്കുവാൻ. ന്യായപ്രമാണത്തിന് കീഴിൽ അവർ ശിശുക്കളായിരുന്നു. ന്യായപ്രമാണം ആരെയും ദൈവ പൈതലാക്കിയില്ല. അത് ശരിയായ വഴി ഏതെന്ന് കാണിക്കുവാൻ നമ്മെ സഹായിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത് ശിശുബാലകൻ മാത്രമായിരുന്നു. 2ാമതായി, അവർ പുത്രത്വം പ്രാപിക്കേണ്ടതിന്. ഈ ദത്തെടുക്കുക എന്ന ഇംഗ്ലീഷ് പദത്തിന് നാം അതിനുപയോഗിക്കുന്ന മലയാള പദം പൗലോസിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. നാം ഇന്ന് ഈ ദത്തെടുപ്പിനെ കുട്ടികളില്ലാത്ത ഒരു ദമ്പതികളോട് ബന്ധപ്പെടുത്തുന്നില്ലേ? അവർ കുട്ടികളെ ദത്തെടുക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ അവർ തിരഞ്ഞെടുക്കുന്നു.
നിയമപരമായ ചില ക്രിയകളിലൂടെ അവർ ആ കുഞ്ഞിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ദത്തെടുക്കുന്നു. അങ്ങനെയാണ് നാം ഇന്ന് ഈ കാലത്ത് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായി ചിന്തിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ പൗലോസിൻ്റെ കാലത്ത് റോമാവിധി ഒരുവൻ തൻ്റെ സ്വന്തം മകനെ തന്നെ ദത്തെടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടോഗ വെർലിസ് എന്ന ചടങ്ങിൽ ഉള്ളത്. അത് ഒരു പിതാവ് തൻ്റെ മകൻ തൻ്റെ സ്വത്തിന് അവകാശിയായി തീരുവാൻ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനായി തീർന്നു എന്ന് തീരുമാനിക്കുകയും അത് സമൂഹത്തെ അറിയിക്കുകയും ചെയ്യുന്നതായ ഒരു ചടങ്ങാണ്. അതെ, ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള മക്കളായി, ദൈവമക്കളായി നാം തീർന്നു എന്ന് ദൈവം നമ്മെക്കുറിച്ച് മനസ്സിലാക്കി അത് നമുക്ക് വെളിപ്പെടുത്തുന്ന ആ അവസ്ഥയാകുന്നു ഇവിടുത്തെ ആത്മീയാർത്ഥം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഇവിടുത്തെ അർത്ഥം, ദൈവവചനത്തിലെ സത്യം ദൈവാത്മാവിനും മാത്രമേ ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാൻ സാധിക്കൂ എന്നത്രേ. അവനത് വ്യാഖ്യാനിക്കുന്നത് വരെ മനുഷ്യൻ അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവവചനം നമുക്കായി വ്യാഖ്യാനിച്ചു തരുവാൻ സാധിക്കൂ. ചില ആളുകളിൽ നാം കാണുന്ന വൈകല്യം ഈ കാരണത്താലാണ്. വ്യാഖ്യാനത്തിലെ വൈകല്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ സമർത്ഥനായ, ബുദ്ധിശാലിയായ ഒരുവനോട് ദൈവവചനം സംസാരിക്കാവുന്നതാണ്. അവന് ചരിത്രമോ പുരാവസ്തുശാസ്ത്രമോ ഭാഷകളോ ഒക്കെ പഠിക്കുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. അയാൾക്ക് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെ പഠിച്ച് അതിൽ ഉയർന്ന ബിരുദങ്ങൾ സമ്പാദിക്കാവുന്നതാണ്. എന്നിരുന്നാലും ശരിയായ വ്യാഖ്യാനം കൈവിട്ട് കളയാവുന്നതാണ്. എന്തുകൊണ്ട്? കാരണം ഈ കാര്യത്തിൽ അധ്യാപകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യെശയ്യാപ്രവാചകൻ അത് തന്നെ പറഞ്ഞു. യെശയ്യാപ്രവചനം 64-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ക്രിസ്തുവിനെക്കുറിച്ച് താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അത് താങ്കൾക്ക് വെളിപ്പെടുത്തി തരുവാൻ സാധിക്കൂ. വളരെ പ്രായം ചെന്ന ഒരു വിശ്വാസിയാണെങ്കിലും ദൈവവചനം പഠിക്കുന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ആ വ്യക്തി നിസ്സഹായനാണ്. അതുകൊണ്ട് വർഷപ്പഴക്കമല്ല, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അതുകൊണ്ട് പ്രായമോ നീണ്ട വർഷങ്ങളിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നാം ഓർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു പുതിയ വിശ്വാസിയാകുന്നു എങ്കിൽ എന്നെ പഠിപ്പിച്ച, ഇന്നും പഠിപ്പിക്കുന്ന അതേ ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെയും പഠിപ്പിക്കുവാൻ മതിയായവനാണ്. താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ അവിടുത്തെ എല്ലാ സത്യങ്ങളിലേക്കും മർമ്മങ്ങളിലേക്കും താങ്കളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് താങ്കളെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മകൻ്റെ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതെ, താങ്കളെ ദത്തെടുത്തിരിക്കുന്നു എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. അതിനോളം മനോഹരമായ മറ്റൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ധൈര്യം തന്നത് ആ ചിന്തയാണ്. ഇന്നും എന്നെ വളർത്തുന്നത് അതുതന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ അധ്യാപകനായിരിക്കുവാൻ താങ്കൾ അനുവദിക്കുമെങ്കിൽ, താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുന്ന് താങ്കളെ സകല സത്യത്തിലും വഴി നടത്തും. അതിനുവേണ്ടി നാം പ്രത്യേകം സമർപ്പിക്കേണ്ടതുണ്ട്. നാം ആയിരിക്കുന്ന ഈ വലിയ പദവിയിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവാണ്. അതെ, ആ നിറവിനാൽ മാത്രമേ നമുക്ക് ദൈവവചനം
ശരിയായ വിധത്തിൽ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ സാധിക്കും. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിങ്ങൾ മക്കളാകൊണ്ട് എന്നുള്ളത് വളരെ ശക്തമായൊരു പ്രസ്താവനയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അതിപ്രകാരം പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. റോമാലേഖനത്തിൽ പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. എത്ര ഉറപ്പോടുകൂടെയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ താങ്കൾ ആഗ്രഹിക്കും. മനസ്സിലായല്ലോ? താങ്കളുടെ ജീവിതത്തിൽ ജഡം വിജയം വരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അത് ഒരിക്കലും താങ്കളെ സന്തോഷമുള്ള വ്യക്തിയാക്കുകയില്ല. ജഡം എപ്പോഴും വാഗ്ദാനം ചെയ്യുന്നത് സന്തോഷമാണ്. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷം നൽകുവാൻ അതിനൊരിക്കലും സാധ്യമല്ല. ഇന്ന് ലഭിക്കുന്നത്രയും നാളെ ലഭിച്ചെന്നാൽ നാം സന്തോഷമുള്ളവരോ സംതൃപ്തരോ ആകുകയില്ല. കാരണം നാം കൂടുതൽ എങ്ങനെങ്കിലും നേടുവാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ഇന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വേണം നമുക്ക് നാളെ. ഇല്ല എങ്കിൽ നാം ഏറ്റവും അധികം ദുഃഖിക്കുമില്ലേ? നാം സന്തുഷ്ടരാകുകയില്ല. 15-16 വാക്യങ്ങളിൽ നാം കാണുന്നത്, റോമാലേഖനം 8-15-16, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. മനസ്സിലായല്ലോ? റോമാലേഖനത്തിലുള്ള ഈ ഭാഗം ഗലാത്യ ലേഖനത്തിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ കുറെ കൂടി വിവരിച്ചുള്ള ഒരു ഭാഗമാണ്. അത് മൊത്തം താങ്കൾ കാണുന്നത് നല്ലതാണ്. ഇവിടെ അബ്ബ എന്നാണ്, അപ്പ എന്നല്ല. ഈ പദം ഗ്രീക്കിൽ നിന്നും തർജ്ജമ ചെയ്തിട്ടില്ല. ദൈവവചനത്തോടുള്ള വലിയ ആദരവ് കാരണം ദൈവത്തെ സംബോധന ചെയ്യുന്ന ഈ പദം വന്നപ്പോൾ അത് തർജ്ജമ ചെയ്തില്ല. എൻ്റെ അപ്പച്ച എന്ന് വേണമെങ്കിൽ ഇതിനെ വിവർത്തനം ചെയ്യാവുന്നതാണ്. ദൈവം എൻ്റെ അനുഗ്രഹീതനായ സ്വർഗീയ പിതാവാണ്. എന്നാൽ അവനെ അങ്ങനെ വിളിക്കുവാൻ ഞാൻ മടിക്കുന്നു. അത് അടുത്ത് ചെല്ലുന്ന ഭയം കൊണ്ടാണില്ലേ? 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ദൈവമകനാകുന്ന ഒരു അനുഭവം ആത്മാവ് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അവനെ നമ്മുടെ പിതാവ് എന്ന് വിളിക്കാവുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇതൊരു ദൈവ പൈതൽ എന്ന അനുഭവം നമുക്ക് നൽകുന്നു. ഇങ്ങനെ ഒരു അനുഭവം പ്രാപിക്കണമെങ്കിൽ വളരെ ഉയർന്ന വിധത്തിലുള്ള ഒരു വിശുദ്ധീകരണത്തിലോ, അതായത് അങ്ങ് പരിശുദ്ധനാകുന്നതിനാലോ, അതല്ല എങ്കിൽ അവർ നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ആത്മസ്നാനത്താലോ മാത്രമേ സാധിക്കൂ എന്നത്രേ. അവർ തറപ്പിച്ചു പറയുന്നത് എന്തെന്നാൽ, ആ നിലവാരത്തിലേക്ക് താങ്കൾ എത്തുന്നില്ല എങ്കിൽ താങ്കൾക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടാകുകയില്ല എന്നത്രേ. ഇങ്ങനെ പറഞ്ഞ് അനേകരെയും പിന്മാറ്റത്തിലേക്ക് നയിക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. തങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നതിനാൽ പലരും ഒട്ടും ശ്രമിക്കാതെ ഇടുങ്ങിക്കഴിയുന്നു. പ്രിയ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം താങ്കൾക്ക് ഉറപ്പാക്കി തരട്ടെ. താങ്കൾ ഒരു പുതുതായി വിശ്വാസത്തിലേക്ക് വന്നതോ ബലഹീനനായ ഒരു വിശ്വാസിയോ ആകുന്നുവെങ്കിൽ താങ്കൾക്ക് ഈ പറഞ്ഞ വലിയ ഡിമാൻഡ്സ് നിറവേറ്റാതെ തന്നെ ഒരു ദൈവപൈതൽ എന്ന അനുഭവത്തിലായിത്തീരാവുന്നതാണ്. കാരണം പുത്രത്വം എന്നുള്ളത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ആർക്കെങ്കിലും ലഭിക്കുന്നത്. ആത്മീയതയ്ക്ക് തങ്ങൾ വെച്ചിരിക്കുന്ന പല മാനദണ്ഡങ്ങളും പരസ്യമായി നിറവേറ്റി എന്ന് തോന്നിയാൽ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉന്നതരും ഉയർന്നവരുമാകുന്നു. പലരും തെറ്റിദ്ധരിക്കുന്നത് അപ്രകാരമാണ്. വാസ്തവത്തിൽ ഒരു ദൈവപൈതൽ ആത്മീയതയിൽ വളരും തോറും തങ്ങൾ കൂടുതൽ വളരേണ്ടതുണ്ട് എന്ന ചിന്തയിലാണ് എത്തിച്ചേരുന്നത്. ആത്മീക നിഗളം വലിയ വിപത്താണ്. നാം എന്തെല്ലാം പറഞ്ഞാലും ദൈവത്തിൻ്റെ മണ്ടരായ കൊച്ചുകുട്ടികളാണ്.
നാം എല്ലായ്പ്പോഴും അറിവില്ലായ്മ കൊണ്ടും ശാഠ്യം കൊണ്ടും പാപം കൊണ്ടും ഭയം കൊണ്ടും കുറവുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. നാം ഒരിക്കലും അത്ഭുതകരമായി നല്ലവരാകുന്നില്ല. അവനാണ് അത്ഭുതവാൻ. യേശുക്രിസ്തു അത്ഭുതവാനാണ്. അവനുള്ള വിശ്വാസം നമുക്കൊരു അനുഭവം തരും. ഞാൻ അനുഭവങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഒരു വലിയ പങ്ക് ആളുകൾക്ക് ദൈവവുമായി ഒരു അനുഭവം ആവശ്യമാണ് എന്നത്രേ. ഈ പാപ സ്വഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായിത്തീരുക എന്ന അനുഭവം നമുക്കുണ്ടാകാവുന്നതാണ്. പലപ്പോഴും ഈ ഉന്നതമായ അനുഭവത്തിൽ നിന്നും വളരെ താണുപോയിട്ടുള്ള അനുഭവമാണ് നമുക്കുള്ളതില്ലേ. ജീവിതം ഉണങ്ങി വരേണ്ടതുപോലെ അനുഭവപ്പെടും. അതേസമയം തന്നെ അനുഗ്രഹീതമായ അനുഭവത്തിലും നാം മുൻപോട്ട് പോകാറുണ്ട്. അവിടുന്ന് നമ്മുടെ സ്നേഹവാനായ പിതാവാണ്. അവനെ രുചിച്ചറിയേണ്ടതാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വരുമ്പോൾ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. കാരണം അവൻ നമ്മുടെ സ്നേഹവാനായ പിതാവാണ്. അവിടുന്ന് നമ്മെ നാം ആയിരിക്കുന്നത് പോലെ അറിയുന്ന നല്ല അപ്പച്ചനാണ്. ജോൺ ജി പേറ്റൺ എന്ന് പറയുന്നതായ സുവിശേഷകൻ ന്യൂ ഹെബ്രിഡ്സ് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടുത്തെ ആദ്യകാല സുവിശേഷകനായിരുന്നു ഇദ്ദേഹം. വിവാഹം കഴിഞ്ഞ് ഉടനെ തൻ്റെ ഭാര്യയുമൊത്ത് പേറ്റൺ വേലസ്ഥലത്തേക്ക് പോയി. ആരോരും സഹായമില്ലാതിരുന്ന ആ അന്തരീക്ഷത്തിൽ അവരുടെ ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയും അമ്മയും മരിച്ചുപോയി. ഏകനായിരുന്ന ആ ദൈവദാസൻ ആരും തളർന്നു പോകാവുന്ന ആ സാഹചര്യത്തിലും മുറുകെ പിടിച്ചു നിന്നു. തൻ്റെ സ്വന്തം കൈകൊണ്ട് അവൻ 2 പേരെയും, അതെ, അമ്മയും കുഞ്ഞിനെയും സംസ്കരിച്ചു. ഹൃദയഭേദകമായ ആ അവസ്ഥ ഒന്ന് ചിന്തിക്കൂ. അതുകൊണ്ട് തീർന്നില്ല. ആ സ്ഥലവാസികൾ നരഭോജികളായിരുന്നതിനാൽ തൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും ശരീരം പുറത്തെടുത്ത് അവർ ഭക്ഷിക്കും എന്നത് തീർച്ചയായിരുന്നു. അതിൽ നിന്നും അവരെ തടയുന്നതിനായി അനേക ദിനരാത്രങ്ങൾ ആ ശവകുടീരത്തിൻ്റെ മുകളിൽ പേറ്റൻ കാവലിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, ഈ പറഞ്ഞ സമയത്ത് കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നെ എനിക്ക് യഥാർത്ഥവാനായി നൽകി തന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു ഭ്രാന്തനായിപ്പോയേനേയും എന്നത്രേ. വേദനയുടെ സമയങ്ങളിൽ അവൻ തന്നെ തന്നെ കൂടുതൽ നമുക്ക് വാസ്തവമാക്കി തരുന്നു. തടവിലായിരുന്ന പൗലോസിന് പറയുവാൻ സാധിച്ചത് 2 തിമോത്തിയോസ് 4:16-17 വാക്യങ്ങളിൽ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്നത്രേ. കർത്താവ് പൗലോസിൻ്റെ അടുത്ത് നിന്നു എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവ് ജോൺ പാറ്റൻ്റെ അടുത്ത് നിന്നു. അവൻ എൻ്റെയും അടുത്ത് നിൽക്കുന്നവനാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നല്ല പിതാവായി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ? അതെ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും വ്യക്തമായി അറിഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ഇന്ന് കേട്ടത്. ദൈവവചനം എത്ര ഉന്നതമാണല്ലേ! നമുക്ക് ലഭിച്ചിട്ടുള്ള പദവി എത്ര മനോഹരമാണ്. ഈ പഠനം നിങ്ങൾക്ക് ആശ്വാസം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും നൽകുന്നതായി തീർന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവം നിങ്ങളെ വളരെയധികം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ നിൽപ്പാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.